നമസ്കാരം. മലയാള സാഹിത്യത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പിന്നെ കുറച്ച് പുസ്തകങ്ങളുടെ പേരുകളും അവ എഴുതിയവരെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വെളുത്ത കുഞ്ഞ് എഴുതിയത് തകഴിയാണ്. വെളുത്ത കുട്ടി എഴുതിയത് ഉറൂബാണ്. വെളുത്ത ബാബു എഴുതിയത് മാധവിക്കുട്ടിയാണ്. അർദ്ധനാരീശ്വരൻ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, സ്വർഗാരോഹണം തുടങ്ങിയവ എഴുതിയത് ഗീതാ ഹിരണ്യനാണ്. സ്വപ്നവാങ്മൂലം, പാറയിൽ പണിഞ്ഞത്, ആൾമറ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ തുടങ്ങിയവ ആരുടെ കൃതികളാണ്? റഫീഖ് അഹമ്മദിൻ്റെ കൃതികളാണ് ഇവയൊക്കെ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ ആദ്യം പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജിനിയിലാണ്. ഏതു പേരിൽ? ഒരു ദുർമരണം എന്ന പേരിലാണ് ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ ആദ്യം രസികരഞ്ജിനിയിൽ പ്രസിദ്ധീകരിച്ചത്. അനുഷ്ടുപ് ഛന്ദസ്സിലെ അക്ഷരസംഖ്യ എത്രയാണ്? 18 അക്ഷരങ്ങളാണ് അനുഷ്ടുപ് ഛന്ദസ്സിൽ ഉണ്ടാകേണ്ടത്. വ്യവസ്ഥയെല്ലാം ശിഥിലം, പ്രധാനം ഗാനരീതിതൻ. ഏത് വൃത്തവിഭാഗത്തിലാണ് ഇങ്ങനെ കാണുന്നത്? ഭാഷാവൃത്ത വിഭാഗങ്ങളിലാണ് ഇങ്ങനെ കാണുന്നത്. മാരകാകളി എന്നു പേരുള്ള കാകളിയുടെ വിഭാഗം ഏതാണ്? ഊനകാകളിയാണ് മാരകാകളി എന്ന് അറിയപ്പെടുന്നത്. പാനവൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദ്രുതകാകളിയാണ് പാനവൃത്തം എന്ന് അറിയപ്പെടുന്നത്. നളചരിതത്തിലെ ഭാഷയെ AR രാജരാജവർമ്മ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വെങ്കല ഭാഷ എന്നാണ് AR നളചരിതത്തിലെ ഭാഷയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. CV-യുടെ അപ്രകാശിത പ്രഹസനങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രമുഖി വിലാസം, മത്തവിലാസം എന്നിവയാണ് CV-യുടെ അപ്രകാശിത പ്രഹസനങ്ങൾ. മെക്കാളയുടെ മക്കൾ ആരുടെ കവിതയാണ്? P. കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ് മെക്കാളയുടെ മക്കൾ. ഹാമർഷ്യ എന്ന പദം ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദുരന്തനായകൻ എന്ന വാക്കിനോടാണ് ഹാമർഷ്യ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. പുതുമലയാൺമതൻ മഹേശൻ എന്ന് വള്ളത്തോൾ പ്രകീർത്തിച്ചത് ആരെയാണ്? എഴുത്തച്ഛനെയാണ് പുതുമലയാൺമതൻ മഹേശൻ എന്ന് വള്ളത്തോൾ പ്രകീർത്തിച്ചത്. നന്നങ്ങാടികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ശവക്കല്ലറകളെയാണ് നന്നങ്ങാടികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രമണീയം ഒരു കാലം ആരുടെ കൃതിയാണ്? MD വാസുദേവൻ നായരുടെ കൃതിയാണ് രമണീയം ഒരു കാലം. സൂത്രധാര ഇതിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? വയല വാസുദേവൻ പിള്ള എഴുതിയ നാടക ലക്ഷണ ഗ്രന്ഥമാണിത്. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1 കോടി മലയാളികൾ ഇവ ആരുടെ കൃതിയാണ്? EMSന്റെ കൃതിയാണ് ഇവ. മണിപ്രവാളത്തെക്കുറിച്ച് പരാമർശമുള്ള ബുദ്ധമിത്രനാരുടെ ഗ്രന്ഥം ഏതാണ്? വീരചോഴിയം ആണ് ബുദ്ധമിത്രനാരുടെ ഗ്രന്ഥം. ചന്ദ്രോത്സവത്തിലെ നായിക ആരാണ്? മേദിനി വെണ്ണിലാവാണ് ചന്ദ്രോത്സവത്തിലെ നായിക. പ്രിയതമേ പ്രഭാതമേ ആരുടെ കവിതയാണ്? അയ്യപ്പപ്പണിക്കരുടെ കവിതയാണ് പ്രിയതമേ പ്രഭാതമേ എന്നത്. ബോർഹസ് കഥകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? VP ശിവകുമാറാണ് ബോർഹസ് കഥകൾ വിവർത്തനം ചെയ്തത്. കഥകളിക്കാരിൽ ആദ്യമായി കളിയോഗം നടത്തിയത് ആരാണ്? കപ്ലിങ്ങാട്ടു നമ്പൂതിരിയാണ് കഥകളിക്കാരിൽ ആദ്യമായി കളിയോഗം നടത്തിയത്. ഊനകാകളിയെ അതിമഞ്ജരി എന്ന് വിളിച്ചത് ആരാണ്? NV കൃഷ്ണവാര്യരാണ് ഊനകാകളിയെ അതിമഞ്ജരി എന്ന് വിളിച്ചത്. ആധുനികോത്തരത എന്ന സംജ്ഞ ആദ്യം പ്രയോഗിച്ചത് ആരാണ്?
1979 കാസർഗോഡ് വെച്ച് നടന്ന സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് അയ്യപ്പപ്പണിക്കരാണ് അങ്ങനെ ആധുനികോത്തരത എന്ന സംജ്ഞ ഉപയോഗിച്ചത്. കുസുമേ കുസുമോൽപത്തി ശ്രൂയതേ ന ച ദൃശ്യതേ. ഈ സമസ്യയുമായി ബന്ധപ്പെട്ട കവി ആരാണ്? കാളിദാസനാണ് ഈ സമസ്യയുമായി ബന്ധപ്പെട്ട കവി.